ഹായ്, ഇന്ന് എൻ്റെ കയ്യിലുള്ളത് കുറച്ച് വിൻറ്റേജ് കളക്ഷൻസ് ആണ്. 2 വിൻറ്റേജ് ക്യാമറയും ഒരു വോക്ക്മാനും. ഇതിപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ അല്ല, പക്ഷേ ശരിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഈ വോക്ക്മാൻ ഒന്ന് നോക്കാം. ഇത് 2 AA സൈസ് ലിഥിയം ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. ഫെനർ FW310 എന്നൊരു മോഡലാണിത്. സൈഡിൽ ഇതുപോലെ പ്ലേ, പോസ്, റിവൈൻഡ് ഒക്കെ ചെയ്യാവുന്ന ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൈക്ക്, ഹെഡ്സെറ്റൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ജാക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓഡിയോ കാസറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതുപയോഗിച്ച് നമുക്ക് കാസറ്റിലെ പാട്ട് കേൾക്കാനും അതുപോലെ ഓഡിയോ റെക്കോർഡ് ചെയ്യാനും പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ഇതിൽ നമുക്ക് AM, FM ഒക്കെ ട്യൂൺ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ എൻ്റെ കയ്യിലുള്ളത് 2 ഫിലിം ക്യാമറകളാണ്. ഇത് രണ്ടും 2 AA സൈസ് ബാറ്ററിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 36 ഫോട്ടോ എങ്കിലും ഒക്കെ ഇതിനകത്തുനിന്ന് ഒരു ഫിലിം റോളിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തെ ഫിലിം നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ISOയുടെ ബേസിസിലാണ് ഇതിനകത്തെ ക്യാമറ ഫിലിം ചൂസ് ചെയ്യുന്നത്. കൊഡാക്കിൻ്റെ ISO 400 ആണ് ഇതിന് ഏറ്റവും മാച്ചായിട്ടുള്ള ഒരു ഫിലിം എന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഇത് നിഷിക എന്നൊരു ജപ്പാൻ കമ്പനിയുടെ 35mm മോട്ടറൈസ്ഡ് ക്യാമറയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്ലാഷ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഫോക്കസ് ഫ്രീ ആണ്, അതായത് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ളൊരു ഫോക്കസ് ഏരിയ ആണ് ഇതിനുള്ളത്. ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ്, പക്ഷേ എന്നാലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറൊരു മോഡലാണ് ഈ കാണുന്ന ക്യാമറ, അതായത് ഈ യാഷിക മിനിടെക് AF എന്ന് പറയുന്ന ക്യാമറ. മറ്റേ ക്യാമറയെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഹാൻഡി ആയിട്ടുള്ള ക്യാമറയാണിത്. അതുമാത്രമല്ല ഇതിന് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ക്ലിക്ക് എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഓട്ടോ ഫോക്കസ് ആണ്, അതായത് നമുക്ക് ഫോക്കസ് ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഫോക്കസ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുകളിലൊരു ബട്ടൺ ഉണ്ട്, ഇൻഫിനിറ്റി എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് എടുക്കാവുന്ന രീതിയിലുള്ള ഫോക്കസിലേക്ക് അത് മാറും. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വിൻറ്റേജ് കളക്ഷൻ്റെ വിശേഷങ്ങൾ. നമുക്കിതൊന്ന് ശരിയാക്കി എടുത്തിട്ട് നമ്മളൊരു വീഡിയോ ഇനിയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.